സർ ആർതർ കോനൻ ഡോയിലിന്റെ ഷെർലക് ഹോംസ്. അധ്യായം 1. മഞ്ഞ നിറമുള്ള മുഖം. വായനക്കാർ ഒരുപക്ഷെ അത്ഭുതപ്പെടുന്നുണ്ടാവാം. ഷെർലക് ഹോംസ് എന്ന എൻ്റെ സുഹൃത്തിൻ്റെ വിജയഗാഥകൾ മാത്രമാണല്ലോ ഞാൻ എപ്പോഴും എഴുതുന്നതെന്നും പല സംഭവങ്ങളിലും പരാജയങ്ങൾ ഒഴിവാക്കി വിജയങ്ങൾ മാത്രമാണല്ലോ പ്രതിപാദിച്ചു പോകുന്നതെന്നും. ഇതിലടങ്ങിയിരിക്കുന്ന സത്യം വെളിപ്പെടുത്താതെ വയ്യ. അദ്ദേഹത്തെ പോലെ ഒരു ബഹുമുഖ പ്രതിഭ ഇത്രയും അത്ഭുതങ്ങൾ കുറ്റാന്വേഷണ ലോകത്ത് കാണിക്കുന്നുവെങ്കിൽ അതിൽ അവിശ്വസനീയമായി എന്തിരിക്കുന്നു? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പരാജയപ്പെട്ടിടത്ത് ആരും തന്നെ വിജയിക്കാറില്ല. എന്നാൽ മുഴുവനുമായി പരാജയപ്പെട്ട അരഡസൻ കഥകളെങ്കിലും എൻ്റെ നോട്ട് പുസ്തകത്തിലുണ്ട്. മ്യൂസ് ഗ്രേവിലെ ആചാരങ്ങൾ എന്ന പ്രശസ്ത ഡയറിയിൽ നിന്ന് രസകരമായ ഒരു കഥയാണ് ഇവിടെ ഓർത്തെടുക്കാൻ പോകുന്നത്. വ്യായാമം ഹോംസിന് പ്രിയപ്പെട്ടതായിരുന്നെങ്കിലും വ്യായാമത്തിനു വേണ്ടിയുള്ള വ്യായാമം എന്ന കാഴ്ചപ്പാടിനോട് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. എത്ര വേണമെങ്കിലും ശരീരം കൊണ്ട് അധ്വാനിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ പ്രയോജനമില്ലാത്ത അധ്വാനത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. നല്ലൊരു ബോക്സറായിരുന്നു ഹോംസ്. ബോക്സിംഗ് പക്ഷേ എതിരാളികൾക്ക് മുന്നിൽ മാത്രമേ പുറത്തെടുക്കൂ. പ്രവൃത്തിയിൽ വ്യാപൃതനായാൽ അക്ഷീണനും സദാ ജാഗരൂകനുമായിരുന്നു അദ്ദേഹം. ലഘുവായ ഭക്ഷണക്രമം പാലിച്ചിരുന്നു. സ്വഭാവരീതികൾ ലളിതവുമായിരുന്നു. ഇടയ്ക്കൽപ്പം കൊക്കെയിൻ കഴിക്കുന്ന ശീലമൊഴിച്ചാൽ ഡ്രിങ്ക്സും പുകവലിയും നിർബന്ധമായിരുന്നില്ല. കേസുകൾ കിട്ടാതെ വരുമ്പോഴും രസകരമായി ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പോഴും മാത്രമേ ഹോംസ് കൊക്കെയിൻ ഉപയോഗിച്ചിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ വസന്താരംഭത്തിലെ ആകർഷകമായ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് പാർക്ക് വരെ നടക്കാനിറങ്ങി. എൽമം വൃക്ഷങ്ങളുടെ ഉണരാൻ വിടരുന്ന നാമ്പുകളും ചെസ്റ്റ്നട്ട് വൃക്ഷങ്ങളിൽ അഞ്ചിതളായി വിടരാൻ വെമ്പൽ കൊള്ളുന്ന മുകുളങ്ങളുടെയും കാഴ്ച ആസ്വദിച്ച് മണിക്കൂറുകളോളം ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ പരസ്പരം അധികം സംസാരിച്ചിരുന്നില്ല. ബേക്കർ സ്ട്രീറ്റിൽ തിരിച്ചെത്തിയപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരുന്നു. അങ്ങേ കാത്തൊരാൾ ഇവിടെ കാത്തിരുന്നിരുന്നു. വാതിൽ തുറന്നു വിടാൻ പയ്യൻ പറഞ്ഞു. എന്നെ ചോദ്യരൂപത്തിൽ നോക്കി ഹോംസ് പറഞ്ഞു. സവാരി കൊണ്ട് കിട്ടിയത് അതാണ്. എന്നിട്ട് അയാൾ പോയോ? ഉവ്വ് സാർ. നീ അയാളോട് ഇരിക്കാൻ പറഞ്ഞില്ലേ? ഉവ്വ് സാർ. അയാൾ കുറേ നേരം കാത്തിരുന്നു. എത്ര നേരം? അരമണിക്കൂറോളം കാത്തിരുന്നു. അയാൾ വെപ്രാളം കാണിച്ചുകൊണ്ടിരുന്നു. ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അയാൾ പുറത്തിറങ്ങി ആക്രോശിച്ചു. എന്താണ് ഇയാൾ ഇനിയും വരാത്തതെന്ന്? കുറച്ചു നേരം കൂടി കാത്തിരുന്നാൽ മതിയാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടും അയാൾ അനുസരിച്ചില്ല. എനിക്കാകെ മനം പുരട്ടുന്നു. ഞാൻ പുറത്തിറങ്ങി നിൽക്കാം എന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ ശരി, ഞാൻ ഉടനെ വരുന്നുണ്ട് എന്നും പറഞ്ഞ് അമർത്തിച്ചവിട്ടി അയാൾ പോയി. സാരമില്ല, നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഹോംസ് അകത്ത് കയറി. എന്നാലും അത് പ്രതീക്ഷിച്ചതല്ല മിസ്റ്റർ വാട്സൺ. കേസില്ലാതെ കുഴഞ്ഞു നിൽക്കുകയായിരുന്നു ഞാൻ. അയാളുടെ പെരുമാറ്റം കേട്ടിട്ട് കൊള്ളാവുന്ന ഒരു കേസായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, ആ മേശപ്പുറത്തൊരു പുതിയ പൈപ്പ് കാണുന്നുണ്ടല്ലോ. അയാൾ മറന്നുവെച്ചതാകണം. ഇതാണ് അംബർ എന്നറിയപ്പെടുന്ന പൈപ്പ്. ഇതിൻ്റെ കുഴൽ വളരെ നീളമുള്ളതാണ്. കണ്ടില്ലേ? ലണ്ടനിൽ മുഴുവനായി തന്നെ ഒറിജിനൽ അംബർ പൈപ്പുകൾ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഈച്ച വീണാൽ അത് ഭാഗ്യം തരുമത്രേ. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അംബറും ഡ്യൂപ്ലിക്കേറ്റ് ഈച്ചകളും വരെ ഇപ്പോൾ കച്ചവട രംഗത്തുണ്ട്. ഏതായാലും അയാൾ എത്രമാത്രം അസ്വസ്ഥനായിരിക്കണം ഇതിവിടെ മറന്നു വയ്ക്കുവാൻ തക്കവണ്ണം. ഇതത്ര വിലമതിക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ചോദിച്ചു. വളരെ നിസ്സാരം. ഈ പൈപ്പിന് എന്ത് വില തരും? ഏറിയാൽ 7 ഷില്ലിംഗ്. നോക്കൂ, ഇത് 2 തവണ നന്നാക്കിയിട്ടുണ്ട്. ഒരു തവണ മരത്തിലും പിന്നെ അമ്പറിലും. ഓരോ തവണയും നന്നാക്കുമ്പോൾ വെള്ളി കിട്ടിയതായും കാണാം. ഇത്രയും പണം മുടക്കി ഇതിൻ്റെ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ ചിലവാക്കി ഇത് നന്നാക്കണമെങ്കിൽ തീർച്ചയായും അയാൾ ഇതിനെ എത്ര വിലമതിക്കുന്നുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും എന്തെങ്കിലുമുണ്ടോ? പൈപ്പ് തിരിച്ചും മറിച്ചും നോക്കുന്ന ഹോംസിനോട് ഞാൻ ചോദിച്ചു. രസകരമായി പൈപ്പ് കയ്യിലെടുത്ത് ഉയർത്തി ഒരു എല്ലിൻ കഷ്ണത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ വിശദീകരിക്കുന്ന ഒരു പ്രൊഫസറുടെ ലാഘവത്തോടെ ഹോംസ് പറഞ്ഞു. വല്ലപ്പോഴും ഒരിക്കൽ തിരിച്ചും സംഭവിക്കാം. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കില്ല. ഇത് പക്ഷേ എല്ലായ്പ്പോഴും വലതുവശം തന്നെയാണ് കത്തിയിരിക്കുന്നത്. പൈപ്പ് കത്തിച്ചു പിടിച്ച് ഉടഞ്ഞുപോയ ആ സ്ഥലവും നോക്കൂ. ആൾ നല്ല ദൃഢശരീരിയും പല്ലിന് ബലമുള്ള ആളുമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കൂ, ആരോ ഗോവണി കയറി വരുന്നുണ്ട്. അയാൾ തന്നെ ആയിരിക്കും. എങ്കിൽ രസകരമായ പലതും ഇനിയും നമുക്കറിയാൻ കഴിഞ്ഞേക്കും. ഒരു നിമിഷം കഴിഞ്ഞില്ല.
അപ്പോഴേക്കും ഉയരം കൂടിയ ഒരു ചെറുപ്പക്കാരൻ വാതിൽ തുറന്നു കടന്നു വന്നു. ഇരുണ്ട് ചാരനിറമുള്ള സ്യൂട്ട് ധരിച്ചിരുന്നു. സുമുഖനാണ്. പ്രായം 30-നോടടുത്ത് തോന്നുന്നു. കയ്യിൽ തവിട്ട് നിറമുള്ള ഭാഗം കരുതിയിരുന്നു. ക്ഷമിക്കണം, അമ്പരപ്പോടെ അയാൾ പറഞ്ഞു തുടങ്ങി. ഞാൻ വാതിൽക്കൽ മുട്ടിയിട്ട് വേണമായിരുന്നു അകത്ത് കിടക്കാൻ. അതോ ഞാൻ മുട്ടിയോ? പാതി ഉറക്കത്തിലെന്ന പോലെ നെറ്റിത്തടം തടവിക്കൊണ്ട് അയാൾ കസേരയിലേക്ക് വീണു. താങ്കൾ ഉറങ്ങിയിട്ട് തന്നെ 2-3 ദിവസമായെന്ന് തോന്നുന്നു, ഹോംസ് പറഞ്ഞു തുടങ്ങി. കഠിനമായ ജോലിയേക്കാൾ വേഗം തളർത്തുക 2-3 ദിവസത്തെ ഉറക്കമില്ലായ്മയാണ്. എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയുമോ? തീർച്ചയായും ഞാൻ താങ്കളുടെ ഉപദേശം തേടി വന്നതാണ്. എൻ്റെ ജീവിതം ആകെ താറുമാറായിരിക്കുന്നു. ഞാനൊരു കൺസൾട്ടിംഗ് ഡിറ്റക്റ്റീവ് ആവണമെന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അതുമാത്രമല്ല, എനിക്ക് താങ്കളുടെ വിലയേറിയ അഭിപ്രായവും അറിയണം. വിവേകവും പരിചയസമ്പത്തുമുള്ള അങ്ങ് തന്നെ വേണം ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ. ഒരു പൊട്ടിത്തെറിയുടെ രൂപത്തിൽ മുറിഞ്ഞ വാക്കുകളിലൂടെ അയാൾ പറഞ്ഞു തീർത്തു. അയാളുടെ ഉള്ളിൽ വേദന വിങ്ങി നിൽക്കുന്നതായി തോന്നി. അയാൾ പറഞ്ഞു, വളരെ പ്രയാസമുള്ള കാര്യമാണ്. കുടുംബക്കാര്യങ്ങൾ അന്യരോട് പറയാൻ ആരും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയെക്കുറിച്ച് പരിചയമില്ലാത്ത നിങ്ങൾ 2 പേരോടും സംസാരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഒരു വല്ലാത്ത പെരുമാറ്റമാണ് എൻ്റെ ഭാര്യയുടേത്. ഞാൻ എൻ്റെ ക്ഷമയുടെ ആഴം കണ്ടു കഴിഞ്ഞു. നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. പ്രിയപ്പെട്ട മിസ്റ്റർ ഗ്രാൻഡ് മൺട്രോ, ഹോംസ് സംബോധന ചെയ്തതും സന്ദർശകൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്ത്? എൻ്റെ പേരെങ്ങനെ മനസ്സിലായി? നിങ്ങൾ അജ്ഞാതനായിരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ തൊപ്പിയിൽ പേരെഴുതിക്കാതിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞത് അതെൻ്റെ മുന്നിലേക്ക് തിരിച്ചു വയ്ക്കാതെ എങ്കിലും ഇരിക്കണം. ഞാൻ പറയാൻ തുടങ്ങിയത് മറ്റൊന്നുമല്ല. ഈ മുറിയിലിരുന്ന് ഞാനും എൻ്റെ സുഹൃത്തും ഇത്തരം രഹസ്യകഥകൾ ധാരാളം കേട്ടിരിക്കുന്നു. കഴിയുന്നത്ര പേർക്ക് സമാധാനം നൽകാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. സമയം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് വൈകാതെ കാര്യത്തിലേക്ക് കടക്കും. ഞങ്ങളുടെ സന്ദർശകൻ വീണ്ടും നെറ്റി തടവുന്നുണ്ടായിരുന്നു. ആകെ അസ്വസ്ഥനായി തോന്നിച്ച അയാൾ എല്ലായ്പ്പോഴും വേദനകൾ പുറത്തു കാണിക്കുന്നതിനേക്കാൾ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ പെട്ടെന്നെന്തോ പറയാൻ ഉറച്ചതുപോലെ പറഞ്ഞു തുടങ്ങി. മിസ്റ്റർ ഹോംസ്, ഞാൻ വിവാഹിതനായിട്ട് 3 വർഷമായി. ഏതൊരു ദമ്പതികളെയും പോലെ വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയുമാണ് ഞാനും ഭാര്യയും കഴിഞ്ഞു പോകുന്നത്. ഞങ്ങളുടെ വാക്കിലും ചിന്തയിലും എന്തിന് പ്രവൃത്തിയിൽ പോലും ഒരു ഭിന്നത ഇല്ലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാര്യങ്ങളാകെ മാറി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് തമ്മിൽ വലിയ ഒരു അകൽച്ച ഉണ്ടായിരിക്കുന്നു. ഒരു വഴിയാത്രികയെപ്പോലെ എൻ്റെ ഭാര്യ എനിക്ക് അപരിചിതയായിരിക്കുന്നു. ഇതിനുള്ള കാരണം എനിക്കറിയണം. എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. എഫി എന്നെ സ്നേഹിക്കുന്നുവെന്ന കാര്യത്തിൽ എനിക്ക് ലേശം പോലും സംശയമില്ല. ഞങ്ങളുടെ സ്നേഹത്തിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. അവൾ ആത്മാവും ശരീരവും കൊണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കതറിയാൻ കഴിയുന്നുമുണ്ട്. എനിക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. ഒരു സ്ത്രീയുടെ സ്നേഹം പുരുഷൻ എളുപ്പം തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾക്കിടയിൽ കടന്നുകൂടിയിട്ടുള്ള ഈ രഹസ്യം എന്താണെന്നറിയാതെ എനിക്ക് സമാധാനമില്ല. ഇനിയെങ്കിലും കാര്യത്തിലേക്ക് കടക്കൂ മൺട്രോ, അല്പം അക്ഷമയോടെ ഹോംസ് പറഞ്ഞു. എഫിയുടെ ചരിത്രം മുഴുവൻ പറയട്ടെ. ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവർ 25 വയസ്സുള്ള വിധവയായിരുന്നു. മിസ്സിസ് ഹെബ്രോൺ എന്നായിരുന്നു പേര്. നന്നേ ചെറുപ്പത്തിലെ തന്നെ അമേരിക്കയിലേക്ക് പോയി അവിടെ അറ്റ്ലാന്റ പട്ടണത്തിലുള്ള ഒരു അഭിഭാഷകനെ വിവാഹം കഴിച്ചു. അവർക്കൊരു കുട്ടിയുമുണ്ടായി. അവിടെ പടർന്നു പിടിച്ച ഒരുതരം മഞ്ഞപ്പനി മൂലം അവളുടെ ഭർത്താവും കുട്ടിയും മരിച്ചു. അയാളുടെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടതാണ്. ഇതോടെ അമേരിക്കയെ വെറുത്ത് അവൾ മിഡിൽ സെക്സിൽ പിന്നാറിലുള്ള അമ്മായിയുടെ വീട്ടിലേക്ക് വന്നു. സാമാന്യം നന്നായി ജീവിക്കാനുള്ള സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഭർത്താവ് മരിച്ചത്. 4500 പൗണ്ടോളം 7% പലിശ കിട്ടുന്ന രീതിയിൽ എവിടെയോ നിക്ഷേപിച്ചിരുന്നു. ഏതാണ്ട് 6 മാസമേ അവൾ പിന്നാറിൽ നിന്ന് വന്നിട്ട് ആയിട്ടുള്ളൂ. അതിനിടയിൽ ഞങ്ങൾ കണ്ടുമുട്ടി, പ്രേമബദ്ധരായി, പിന്നീട് വിവാഹിതരായി. ഞാൻ ഹോപ്കായുടെ കച്ചവടക്കാരനാണ്. മാസം 800 പൗണ്ടോളം ആദായം കിട്ടും. സുഖമായി ജീവിക്കാൻ അത് ധാരാളം മതി. ഞങ്ങൾ നോർബുറിയിൽ ആണ്ടിൽ 80 പൗണ്ട് വാടക കൊടുത്ത് ഒരു വീടെടുത്തു. ആ വീട് നഗരത്തിന് വളരെ അടുത്താണെങ്കിലും അവിടെ ഒരു ഗ്രാമാന്തരീക്ഷമാണ്. വീടിന് അല്പം മുകളിലായി ഒരു സത്രവും 2 വീടുകളുമുണ്ട്. കൂടാതെ വയലിനക്കരയായി ഞങ്ങളുടെ വീടിന് അഭിമുഖമായി മറ്റൊരു വീടും കാണാം. ഇതുകൂടാതെ അടുത്തെങ്ങും മറ്റ് കെട്ടിടങ്ങളില്ല. വേനൽക്കാലം ഒഴിച്ചുള്ള സമയങ്ങളിലെല്ലാം ഞാൻ നഗരത്തിലായിരിക്കും കച്ചവടം ചെയ്യുന്നതിന്. വേനൽക്കാലത്ത് ഞാൻ വീട്ടിൽ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഉണ്ടാവും. ഈ ശപിക്കപ്പെട്ട സംഭവത്തിനു മുമ്പ് ഞങ്ങൾക്കിടയിൽ അവിശ്വാസത്തിൻ്റെ ഒരു നിഴൽ പോലും വീണിരുന്നില്ല. ഇതിനിടെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവളുടെ സ്വത്ത് മുഴുവനും എൻ്റെ പേരിൽ എഴുതി തന്നു.
ബിസിനസ് ഇടപാടുകളല്ലേ, എന്തെങ്കിലും പാകപ്പിഴ വന്നാലോ എന്ന് ഞാൻ പറഞ്ഞു നോക്കി. അവൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് ചോദിച്ചു കൊള്ളാമെന്ന വ്യവസ്ഥയിൽ അതെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചു. 6 ആഴ്ചകൾക്ക് മുമ്പ് അവൾ പറഞ്ഞു, ജാക്ക്, എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. എനിക്കിപ്പോൾ ആവശ്യം വന്നിരിക്കുന്നു. 100 പൗണ്ട് വേണം. ഞാനിത് കേട്ട് അമ്പരക്കുക തന്നെ ചെയ്തു. ഒരു പുതിയ വസ്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ആഭരണമായിരിക്കും ചോദിക്കുക എന്ന് കരുതി. പണം ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, എന്താണ് ആവശ്യം? അങ്ങൻ്റെ ബാങ്കറാണെന്നല്ലേ എന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്? ഒരു ബാങ്കർ ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ പണം ഞാൻ നൽകാമെന്ന് തീരുമാനിച്ചു. എന്തായാലും പണം തരാം, പക്ഷേ എന്തിനാണെന്ന് പറയുന്നതല്ലേ ഭംഗിയെന്ന് ചോദിച്ചപ്പോൾ പറയാം, പക്ഷേ ഇപ്പോൾ ഇല്ല എന്നായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ ആദ്യമായി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു രഹസ്യം പറഞ്ഞു. ഞാൻ ചെക്ക് എഴുതി കൊടുത്തു. പിന്നെ അതിനെക്കുറിച്ച് ഓർത്തതേയില്ല. ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ഇനിയുള്ള സംഭവങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ വീടിനകലെയല്ലാത്ത ഒരു ഒഴിഞ്ഞ വീടുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു വയൽ കഴിഞ്ഞ് റോഡിലൂടെ പോയാൽ ഒരു ഇടവഴി കഴിഞ്ഞാൽ ഫിർമരങ്ങൾ തിങ്ങിയ ഒരു ഉദ്യാനം. ഈ ഉദ്യാനത്തിലൂടെ ഉലാത്തുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള വിനോദമായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഞാൻ ആലോചിക്കുമായിരുന്നു, എന്ത് നല്ല വീട്, ഈ പഴയ മാതൃകയിലുള്ള 2 നില കെട്ടിടം എന്തിന് ഒഴിഞ്ഞു കിടക്കുന്നുവെന്ന്. അങ്ങനെയിരിക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് സായാഹ്ന സവാരി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു വാൻ നിറയെ വീട്ടു സാമാനങ്ങളുമായി വീടിന് മുന്നിൽ വന്നു നിൽക്കുന്നതും കാർപ്പറ്റും മറ്റു വീട്ടു സാധനങ്ങളും അവിടെ ഇറക്കുന്നതും കണ്ടു. ഞാൻ ഊഹിച്ചു അവിടെ ആരോ താമസത്തിന് എത്തിയിരിക്കുമെന്ന്. ആരായിരിക്കും പുതിയ വിരുന്നുകാർ എന്ന ആലോചനയുമായി നടന്നു നീങ്ങുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, മുകളിലത്തെ ജനാലയിൽ നിന്ന് എന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഒരു മിന്നൽ പോലെ ആ മുഖം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താണ് തോന്നിയതെന്ന് വിശ്വസിക്കാൻ പ്രയാസം. മിസ്റ്റർ ഹോംസ്, ഒരു തരിപ്പ് ശരീരത്തിലാകെ കയറിയതുപോലെയായി ഞാൻ. കുറേ ദൂരെയായിരുന്ന എനിക്ക് ജനാലക്കരികിലെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാലും അസാധാരണമായ എന്തോ ഒന്ന് ആ മുഖത്ത് വിളങ്ങുന്നുണ്ടായിരുന്നു. പൊടുന്നനെ ആ മുഖം മുറിയിലെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി. ഒരു മുഴുചന്ദ്രൻ പെട്ടെന്ന് കാർമേഘത്തിൽ മറയുന്നത് പോലെ. കുറച്ചുനേരം സംഭവമാകെ വിശകലനം ചെയ്ത് ഞാൻ അവിടെ തന്നെ നിന്നു. ആ മുഖം ഒരു സ്ത്രീയുടേതാണോ അല്ല പുരുഷൻ്റേതാണോ എന്ന് പോലും എനിക്ക് ഓർത്തെടുക്കാനായില്ല. പക്ഷേ ഒരു പ്രത്യേകത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു മഞ്ഞ മുഖമായിരുന്നു. ഇരുണ്ട മഞ്ഞ നിറം.